കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നത്തെ ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. കർത്താവായ യേശുക്രിസ്തുവിന്റെ മാളികമുറി പ്രഭാഷണങ്ങളിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നൽകുന്ന വാഗ്ദത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശ്വാസത്തിന്റെ ദൂതാണ് നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു യേശു, അല്ലെങ്കിൽ നമ്മുടെ മാറങ്ങളെ മധുരമാക്കുന്ന യേശു. കർത്താവ് തന്നെ ജനത്തിന്റെ സ്ഥിതികളെ മാറ്റുന്ന ഒരു ദൈവം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ആഗമനത്തിന് വളരെ നാളുകൾക്ക് യേശയ്യാ പ്രവാചകൻ നൽകിയ ഒരു പ്രവാചക ദൂതിൽ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടിയും കൊടുപ്പാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിലെ പ്രാരംഭ ചില വാക്യങ്ങളാണ് ഇവിടെ വായിച്ചത്. അവിടെ ഹൃദയം തകർന്നവരുടെ മുറിവുകളെ കെട്ടുന്നു, തടവുകാർക്ക് വിടുതൽ നൽകുന്നു, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം പറയുന്നു, പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നു, രോഗികൾക്ക് സൗഖ്യം നൽകുന്നു. കർത്താവിന്റെ യേശുവിന്റെ ശുശ്രൂഷയുടെ ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്നും കർത്താവ് മുറിവുകളെ കെട്ടുന്നു, ആന്തരിക സൗഖ്യങ്ങളെ നൽകുന്നു, ആശ്വാസങ്ങളെ നൽകുന്നു, സമാധാനത്തെ നൽകുന്നു, സന്തോഷത്തെ നൽകുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചത്: നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി തീരും. പ്രിയമുള്ളവരെ, ദുഃഖവും സങ്കടവും നിരാശകളൊക്കെ സ്വാഭാവികമാണ്. പലപ്പോഴും അതിൽ ഒത്തിരി മാനുഷികമായ ഘടകങ്ങളും മാനുഷികമായ ഭാവങ്ങളുമുണ്ട്. പക്ഷെ ഒരിക്കലും നാം ദുഃഖത്തിൽ വീണു പോകുവാൻ, നിരാശയിൽ താണു പോകുവാൻ, സങ്കടങ്ങളിൽ മുങ്ങിപ്പോകുവാൻ അനുവദിക്കാത്ത ഒരു കർത്താവ്. യേശുവിൽ നിങ്ങൾ വിശ്വസിച്ച് കർത്താവിൽ നിങ്ങൾ പ്രത്യാശിക്കുന്നെങ്കിൽ നിങ്ങളുടെ ദുഃഖങ്ങളെ, മാറകളെ, നിരാശകളെ, പരാജയങ്ങളെ അത് ആനന്ദമാക്കി, സന്തോഷമാക്കി, അത് സമാധാനമാക്കി, നിങ്ങളെ അനുഗ്രഹപൂർണ്ണമാക്കി ജയത്തോടെ നടത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പ്രിയമുള്ളവരെ, യേശുക്രിസ്തു ഒരു മനുഷ്യനെ അറിയുന്നത് പോലെ മറ്റാരും അറിയുന്നില്ല, ആർക്കും അറിയുവാൻ കഴിയുന്നതുമില്ല. രോഗിയുടെ വേദന കർത്താവ് അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ രോഗം ശീലിച്ചവനായിരുന്നു. യെശയ്യാ പ്രവചനം 53:3. വിശക്കുന്നവന്റെ വിശപ്പ് യേശുവിനറിയാം, കാരണം കർത്താവിന് വിശന്നു. മത്തായി സുവിശേഷം 4:2. ചുങ്കം കൊടുക്കുവാൻ, അല്ലെങ്കിൽ കരം കൊടുക്കുവാൻ, ടാക്സ് അടയ്ക്കുവാൻ പണമില്ലാതിരിക്കുന്നവന് അതിന്റെ സാമ്പത്തികമായ ഞെരുക്കം, അപ്രകാരം ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ വേദന യേശുവിന് നന്നായി അറിയാം. കാരണം കർത്താവും റോമൻ കൈസർക്ക് കരം കൊടുക്കുവാൻ, ചുങ്കു കൊടുക്കുവാൻ അല്പം താമസിച്ചു. വഴിയമ്പലത്തിൽ ചെന്ന് കാലിത്തൊഴുത്തിൽ കിടക്കേണ്ടി വന്ന യേശുവിന് വീടില്ലാത്തവന്റെ ബുദ്ധിമുട്ട് അറിയാം. തലചായ്പാൻ ഇടമില്ലാതെയും കടമെടുത്ത വാഹനമൃഗത്തിന്റെ പുറത്ത് സഞ്ചരിച്ചവനും ആയ കർത്താവായ യേശുവിനെ എന്നെ നിങ്ങളുടെ വേദനകളും യാതനകളും നന്നായി അറിയാം. യേശു നമ്മളെ മനസ്സിലാക്കുന്ന പോലെ ഈ ലോകത്തിൽ ഒരുവനും നമ്മളെ മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. യെശയ്യാ പ്രവചനം 53:4. രോഗം ശീലിച്ചവനായി വ്യസനപാത്രമായിരുന്ന കർത്താവ് നിന്ദിക്കപ്പെട്ടും, ത്യജിക്കപ്പെട്ടും, തകർക്കപ്പെട്ടും, തിരസ്കരിക്കപ്പെട്ടും, ഉപേക്ഷിക്കപ്പെട്ടുമായിരുന്ന യേശു കർത്താവിന് ഉപേക്ഷിക്കപ്പെട്ടവന്റെ വേദനയുടെ ആഴം, നിരാശകളുടെ താഴ്വരയിൽ കൂടി കടന്നു പോകുന്നവന്റെ മനസ്സിന്റെ വേദനകൾ, പരാജയഭീതിയിൽ കിടക്കുന്നവന്റെ ആ തോൽവിയുടെ ആഴം നന്നായി അറിയാവുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ദുഃഖിക്കുന്നവരുടെ കൂടെ ദുഃഖിക്കുകയും, വേദനിക്കുന്നവരെ കണ്ട് മനസ്സിലുകയും, കരയുന്നവരുടെ കൂടെ കണ്ണുനീർ വാർക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ മാത്രമാണ് യേശു കർത്താവ്. ആ കർത്താവിന് നമ്മുടെ വേദനയും, നമ്മുടെ ദുഃഖവും, നമ്മുടെ നിരാശകളും എല്ലാം നന്നായി അറിയാം. പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു വന്ന ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങളെ വിടുവിപ്പാൻ യേശുവിന് കഴിയും. ഇന്നലകളിൽ അവൻ നമ്മെ വിടുവിച്ചു, ഇന്ന് നമ്മെ വിടുവിക്കുന്നു, നാളെയും വിടുവിക്കും. സംശയം വേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.